സംസ്ഥാന രാഷ്ട്രീയത്തിൽ ബി.ജെ.പി. വലിയൊരു അധികാര കേന്ദ്രമായിട്ട് മാറുകയും അവർ തിളക്കമാർന്ന വിജയം നേടുകയും ഒരു ലോക്സഭാ സീറ്റ് പിടിച്ചു, 11 നിയമസഭാ മണ്ഡലങ്ങളിൽ അവർ ഭൂരിപക്ഷം നേടി, 8 നിയമസഭാ മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തെത്തി. ഇതൊക്കെ വരുമ്പം അതിൻ്റെ ക്രെഡിറ്റ് ആർക്ക് പോകുമെന്നുള്ളതിനെക്കുറിച്ച് വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ വെടി പൊട്ടിച്ചത് പി.സി. ജോർജാണ്. പി.സി. ജോർജ് നക്കിയാന്നുള്ളത് നമുക്ക് ആദ്യമേ അറിയാം. പി.സി. ജോർജ് പറഞ്ഞൊരു വർത്തമാനം തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെയാണ്. മുന്നണി മര്യാദയൊക്കെ പാലിച്ചു പോകേണ്ടുന്ന രീതിയിൽ. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എൽ ഡി എഫിനകത്ത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് CPM-ന് അർഹതപ്പെട്ട രാജ്യസഭാ സീറ്റ് നൽകുന്നു, ജോസ് കെ മാണിക്ക് വീണ്ടും ഒരു അവസരം നൽകുന്നു. UDF മുസ്ലിം ലീഗിന് അവർക്ക് അർഹതപ്പെട്ട പ്രാധാന്യം നൽകുന്നു. അങ്ങനെയുള്ള സമയത്ത് ഈ NDA മുന്നണിക്കകത്ത് കാണിക്കേണ്ടുന്ന മര്യാദയുണ്ട്. കാരണം BJP-ക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ളൊരു അവസരയ്ക്ക് എത്തിയിട്ടില്ല ഇന്ത്യയിൽ. അങ്ങനെയുള്ള സമയത്ത് കാരണം ഈ മുന്നണി മര്യാദ പാലിച്ചുകൊണ്ടാണ് TDP ആയിട്ട്, ആന്ധ്രയിൽ അലയൻസ്, നിതീഷ് കുമാറുമായിട്ട്, ഇവിടെ ബീഹാറിൽ അലയൻസ് JDU ആയിട്ട്, ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ കൂടിയാണ് ഇപ്പോൾ BJP പിടിച്ചേക്കുന്നത്. അങ്ങനെയുള്ള സമയത്താണ് ഇവിടെ PC ജോർജ് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവൻ, ഈ പരനാറിന്ന് പണ്ട് ഈ പിണറായി വിജയൻ പ്രേമചന്ദ്രനെ വിളിച്ച വാക്കൊക്കെ വിളിക്കേണ്ടുന്ന യോഗ്യനായിട്ടുള്ള വ്യക്തിയാണ്. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ അശ്ലീലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹം അശ്ലീലം പറയുന്നതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളും അശ്ലീലം പറയും, അത് സ്വാഭാവികമാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള വർത്തമാനം എന്താ? അദ്ദേഹം പറഞ്ഞു തുഷാർ വെള്ളാപ്പള്ളി കള്ളപ്പണക്കാരനാണ്. പറഞ്ഞതിൻ്റെ മലയാളം എന്താ? നരേന്ദ്രമോദിയും അമിത്ഷായും JP നഡ്ഡയും BR സന്തോഷും കള്ളപ്പണക്കാരെ കൂട്ടുപിടിച്ച് നടക്കുന്നവരാണെന്നാണ് അദ്ദേഹം പറയാതെ പറഞ്ഞിട്ടുള്ള സാധനം. ആരോപണം വരുന്നത് ഇദ്ദേഹം ഡയറക്റ്റ് പറയുന്നത് തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെയാണെങ്കിൽ ആ പറഞ്ഞതിൻ്റെ മലയാളം എന്ന് പറയുന്നത് നരേന്ദ്രമോദി കള്ളപ്പണക്കാരുടെ കൂട്ടുകാരനാണ്, അമിത്ഷാ കള്ളപ്പണക്കാരുടെ കൂട്ടുകാരനാണ്, JP നഡ്ഡ കള്ളപ്പണക്കാരുടെ കൂട്ടുകാരനാണെന്നാണ് ഈ PC ജോർജ് പറഞ്ഞത്. അതിനിടയിൽ കൂടാണ് ശ്രീജിത്ത് പണിക്കർ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഞാൻ പറയട്ടെ, കേരള രാഷ്ട്രീയത്തിനകത്ത് ഏറ്റവും അധികം തേജോവധം ചെയ്യപ്പെട്ട, ഏറ്റവും അധികം വിമർശന വിധേയനായിട്ടുള്ള വ്യക്തിയാണ് കെ സുരേന്ദ്രൻ, BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ്. അദ്ദേഹം ആ സ്ഥാനത്തെത്തിയിട്ട് കുറേ വർഷങ്ങളായി. അദ്ദേഹം യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. അതിനുശേഷം പിന്നീട് ഞാനും പലപ്പോഴും അദ്ദേഹത്തെ വ്യക്തിപരമായി അപമാനിക്കുന്ന രീതിയിലുള്ള സ്റ്റോറികൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് പുള്ളിയെക്കുറിച്ച് കൂടുതൽ BJP പ്രവർത്തകരിൽ നിന്ന് അറിയാനിടയായതിൻ്റെ ഭാഗമായിട്ടാണ് തിരുത്തണേ. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തോട് ഞാൻ ഏറ്റവും കൂടുതൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള ഒന്ന് ഉള്ളി സുരാന്ന് ഞാൻ വിളിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹത്തെ അപമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP തകർന്നടിഞ്ഞിരുന്നെങ്കിൽ ഒരൊറ്റ സീറ്റ് പോലും കിട്ടാതിരിക്കുകയും ഈ പറഞ്ഞ പോലെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്ത് എത്താതിരിക്കുകയും ആലപ്പുഴയിലും ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തുമൊക്കെ 3 ലക്ഷത്തോളം വോട്ട് പിടിക്കാതിരിക്കുകയും പാലക്കാടും അതിനോട് അടുത്ത് പിടിച്ചു, അങ്ങനെയൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും ഏറ്റവും കൂടുതൽ വിചാരണ ചെയ്യപ്പെടുക? സുരേന്ദ്രനാണ്. അപ്പോൾ ഈ വിജയത്തിലേക്ക് ക്രെഡിറ്റ് ആർക്കാ കൊടുക്കേണ്ടത്? സുരേന്ദ്രന് കൊടുക്കണം. തോറ്റാൽ സുരേന്ദ്രൻ കുറ്റവാളിയാണെങ്കിൽ ജയിച്ചാൽ സുരേന്ദ്രൻ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ യോഗ്യനാണ്. ചാമ്പ്യൻ സുരേന്ദ്രനാണെന്നുള്ളത് സമ്മതിക്കണ്ടേ? ദേശീയ തലത്തിൽ തന്നെ BJP-ക്ക് ഇത്രയധികം തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ തകർന്നടിയുന്നു, മധ്യപ്രദേശിൽ പിടിച്ചു നിന്നു, ഹിമാചൽ പ്രദേശിൽ പിന്നോക്കം പോകുന്നു, സൗത്ത് ഇന്ത്യയിൽ നേട്ടം കൊയ്തു. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ നോർത്ത് ഈസ്റ്റിലും കൗബെൽറ്റിലും, നോർത്ത് ഇന്ത്യയിലെ കൗബെൽറ്റ് സ്റ്റേറ്റ്സിലും മുഴുവൻ പിന്നോട്ട് പോവുക. പിടിച്ചു നിന്നത് ഗുജറാത്തിലാണ്, ബാക്കിയുള്ള സംസ്ഥാനങ്ങളെല്ലാം പിന്നോക്കം പോവുക. അതേസമയം നോർത്ത് ഈസ്റ്റിലും പിന്നോക്കം പോയി, മണിപ്പൂരിലടക്കം കയ്യിലുള്ള സീറ്റുകൾ നഷ്ടപ്പെട്ടു. സൗത്ത് ഇന്ത്യയിൽ ഒരു തിരിച്ചറിവുണ്ടായി. കാരണം മുമ്പ് കർണാടകയിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്, ഇത്തവണ കേരളത്തിൽ സീറ്റ് കിട്ടി. അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ നിലനിർത്താൻ പറ്റിയിട്ടില്ല. ഇവർ പൊക്കിക്കൊണ്ട് കടന്നു. ഇപ്പോൾ ശ്രീജിത്ത് പണിക്കർ സുരേന്ദ്രനെതിരെ പറഞ്ഞിട്ടുള്ളത്, സുരേന്ദ്രനെ വളരെ മോശമായി വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഗണപതി വട്ടം എന്ന് അദ്ദേഹം സുൽത്താൻ ബത്തേരിക്ക് പേരിടണം എന്ന് പറഞ്ഞതിനോട് വ്യക്തിപരമായി ഇന്നും പൊളിറ്റിക്കലായിട്ടും അഭിപ്രായ വ്യത്യാസമുള്ള ആൾ തന്നെയാണ് ഞാൻ അതിനെക്കുറിച്ച് എതിരായിട്ട് സ്റ്റോറി ചെയ്തിട്ടുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് മാറ്റുന്നതല്ല, സ്ഥലത്തിൻ്റെ മുഖം മാറ്റുകയും അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ മാറ്റുകയും ചെയ്യുകയാണ് ഒരു ഡെവലപ്മെൻറ്റ് പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് വരേണ്ടതെന്നുള്ള അഭിപ്രായത്തിൽ തന്നെയാണ് നിൽക്കണേ. പക്ഷേ ഗണപതി വട്ടജി എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ അധിക്ഷേപിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് ശ്രീജിത്ത് പണിക്കർ ആലോചിക്കേണ്ടായിരുന്നു. ശ്രീജിത്ത് എവിടെയാണ് നിൽക്കണേ? ശ്രീജിത്തിൻ്റെ നിലപാടെന്താ? ഞാൻ അറിഞ്ഞിടത്തോളം വെച്ച് ശ്രീജിത്ത് രാജ്യസഭാ സീറ്റിന് വേണ്ടിയിട്ട് കുറേ കാലങ്ങളായി ശ്രമിക്കുന്നുണ്ട്. BJP-യുടെ അനുഭാവിയായി, സംഘപരിവാർ അനുഭാവിയായി ചാനൽ ചർച്ചകളിൽ നിരന്തരം പങ്കെടുക്കുമ്പം ശ്രീജിത്ത് ക്ലെയിം ചെയ്തിട്ടുള്ളത് രാജ്യസഭാ സീറ്റാണ്. അത് കൊടുത്തിട്ടില്ല. അതിൻ്റെ കൊതിക്കറിവ് ഇവിടെയല്ല തീർക്കേണ്ടത്. സുരേന്ദ്രനല്ല കൊടുക്കാതിരുന്നത്. നരേന്ദ്രമോദിയും അമിത്ഷായും തീരുമാനിച്ചു ശ്രീജിത്തിനെ കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചു. അത് ശ്രീജിത്ത് മനസ്സിലാക്കണം. ശ്രീജിത്ത് കാരണം ഇത് തനി വൃത്തികേടാണ് ശ്രീജിത്ത് കാണിച്ചിട്ടുള്ളത്.
ശ്രീജിത്തിനോടുള്ള എല്ലാ സ്നേഹ ബഹുമാനവും വെച്ചിട്ടാണ് ഞാൻ പറയണേ. തനി വൃത്തികേടാണ് ശ്രീജിത്ത് കാണിച്ചിട്ടുള്ളത്. ശ്രീജിത്തിന് രാജ്യസഭാ സീറ്റ് കൊടുക്കാതിരുന്നത് സുരേന്ദ്രനല്ല. സുരേന്ദ്രൻ അത്തരം കാര്യങ്ങൾക്കകത്ത് തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പോൾ ജോർജ് കുര്യൻ മന്ത്രിയായത് സുരേന്ദ്രൻ അറിഞ്ഞിട്ടാ? അനിൽ ആന്റണി ദേശീയ സെക്രട്ടറി ആയത് സുരേന്ദ്രൻ അറിഞ്ഞിട്ടാ? അല്ലെങ്കിൽ കൃഷ്ണദാസ് അറിഞ്ഞിട്ടാ സുരേന്ദ്രന് മുമ്പ് പ്രസിഡന്റായിരുന്നു? അല്ലെങ്കിൽ എം ടി രമേശ് അറിഞ്ഞിട്ടാ? വി മുരളീധരൻ അറിഞ്ഞിട്ടാ? ഇവരോട് ആരോടും ചോദിച്ചിട്ടല്ല ചെയ്തത്. കേന്ദ്ര നേതൃത്വം പിന്നെ അബ്ദുള്ള കുട്ടിയെ കൊണ്ടിരുന്നു, ഹജ്ജ് കമ്മിറ്റിയുടെ പിന്നെ ദേശീയ തലത്തിലുള്ള ചുമതലക്കാരനാക്കുന്നു, അധ്യക്ഷനാക്കുന്നു, BJPയുടെ ദേശീയ ഉപാധ്യക്ഷനാക്കുന്നു, ജോർജ് കുര്യനെ മന്ത്രിയാക്കുന്നു. ഇങ്ങനെയുള്ള ഓരോ ആൾക്കാരെയും, അൽഫോൺസ് കണ്ണന്താനത്തിന് അതിന് മുമ്പ് മന്ത്രിയാക്കുന്നു. ഇങ്ങനെയുള്ള ഓരോ ആൾക്കാരെയും സെലക്ട് ചെയ്യുമ്പം BJP ഇവിടുത്തെ സംസ്ഥാന നേതൃത്വത്തിലുള്ള PK കൃഷ്ണദാസുമായിട്ടോ MT രമേശുമായിട്ടോ കുമ്മനം രാജശേഖരൻ, കുമ്മനത്തിനോട് പിന്നെയും നരേന്ദ്രമോദി വേണമെങ്കിൽ പേഴ്സണലായിട്ട് സംസാരിച്ചെന്ന് വരും. രാജഗോപാലിനോട് പോലും അവർ ഡിസ്കസ് ചെയ്തിട്ടോ അവരുടെ അനുവാദം വാങ്ങിയിട്ടോ അല്ല ചെയ്യണേ. അവർക്ക് അതിനുള്ള ബുദ്ധിയുണ്ട്, എങ്ങനെ ഈ രാജ്യം വീണ്ടും പിടിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നല്ല ധാരണയുള്ളവരാണ്. ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അവർ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് തൃശ്ശൂർ പിന്നെ സുരേഷ് ഗോപിയോട് ഫോക്കസ് ചെയ്യാൻ പറഞ്ഞത്. പക്ഷേ പിഴവ് പറ്റി. ആറ്റിങ്ങലിൽ ശോഭയോട് ഫോക്കസ് ചെയ്യാൻ പറയായിരുന്നു, അല്ലെങ്കിൽ മുരളീധരനോട് തന്നെ 5 വർഷം മുമ്പേ അവിടെ ഫോക്കസ് ചെയ്യാൻ പറയായിരുന്നു. ആലപ്പുഴയിൽ ശോഭയുടെ 5 വർഷം മുമ്പേ പറയായിരുന്നു. പത്തനംതിട്ടയിൽ പിന്നെ അനിൽ ആന്റണി അടുത്താണ് വന്നത്. ഇതിനകത്ത് BJPക്ക് പിഴവ് പറ്റിയെന്ന് വെച്ചാൽ പറ്റി. ആ പിഴവ് മുഴുവൻ ഈ പാവത്തിൻ്റെ തലയും കൊണ്ടിരുന്നതിൽ എന്താ അർത്ഥമല്ലേ? അണ്ണാമലയെ അതിനകത്ത് പൊക്കി പറയുന്നുണ്ട് ശ്രീജിത്ത് പണിക്കർ. അണ്ണാമല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അണ്ണാമല വലിയൊരു പിന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ശേഷിയുള്ള ക്രൗഡ് പുള്ളറാണെങ്കിൽ തമിഴ്നാട്ടിലെ 39 സീറ്റിലൊന്നും കിട്ടിയില്ല. ഈ അണ്ണാമല കർണാടക കേഡറിലെ IPS രാജിവെച്ച് BJPയിൽ വരുന്നതിന് മുമ്പ് 2014 തെരഞ്ഞെടുപ്പിൽ അവർക്ക് പിന്നെ പൊൻ രാധാകൃഷ്ണൻ കന്യാകുമാരി നയിച്ചതാണ്. അദ്ദേഹം പിന്നെ കേന്ദ്ര സഹമന്ത്രിയായിരുന്നു. അവൻ നിലവിലുള്ള സ്ഥിതിയിൽ നിന്ന് കീപ്പിട്ട് പോവുകയല്ലേ ചെയ്തേ 19. അത് കഴിഞ്ഞിട്ട് അണ്ണാമല എന്തു മലമറിച്ചു എന്ന് പറയണേ? അണ്ണാമല എന്തു കുന്ത ചെയ്തേ? അണ്ണാമല മത്സരിച്ച കോയമ്പത്തൂർ അണ്ണാമലയ്ക്ക് ജയിക്കാൻ പറ്റുമോ? 2014 പ്രതിനിധീകരിച്ച മണ്ഡലത്തിൽ 2019 തോറ്റെങ്കിലും സമീപകാലത്ത് അവിടുത്തെ കോൺഗ്രസിൻ്റെ MLA വരെ, സിറ്റിംഗ് MLA വരെ രാജിവെച്ച് BJPയുടെ ഭാഗമായിട്ട് ചേർന്നതിൻ്റെ ഭാഗമായി കന്യാകുമാരിയിൽ ജയിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. പൊൻ രാധാകൃഷ്ണൻ ജയിക്കാൻ പറ്റുമോ? കഴിഞ്ഞ ദിവസം അമിത്ഷാ പിന്നെ മറ്റേ തമിഴസി പിന്നെ അവരുടെ പഴയ സംസ്ഥാന പ്രസിഡന്റ് അവരെ പിന്നെ ശാസിച്ചത് നമ്മൾ കണ്ടു പൊതുവേദിയിൽ വെച്ചിട്ട്. തമിഴ്നാട്ടിൽ എന്ത് നേട്ടം ഉണ്ടാക്കിയേ? അപ്പം തമിഴ്നാട്ടിലെ കോട്ടം അണ്ണാമലയുടെ തലയിലും കേരളത്തിലെ നേട്ടം കെ സുരേന്ദ്രൻ്റെ ക്രെഡിറ്റിലോ കൊടുക്കണ്ടേ? കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ളവർ നടത്തിയിട്ടുണ്ട്. പക്ഷേ വസ്തുതാപരമായിട്ട് പിന്നീട് ഒരുപാട് തിരിച്ചറിവുകൾ ഉണ്ടായപ്പോൾ റിയലൈസ് ചെയ്തപ്പം നമ്മൾ തിരുത്തിയിട്ടുണ്ട്. നമുക്ക് 2021 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കോന്നിയിലും മഞ്ചേശ്വരത്തും ഒരുമിച്ച് മത്സരിച്ചു. ഇത് പുള്ളിയുടെ തന്നെ കെട്ടിവെച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കോൺഗ്രസിനകത്ത് നടക്കും. വ്യക്തിപരമായി ഇഷ്ടമുള്ള സ്ഥലത്ത് വേണമെങ്കിൽ നിൽക്കാം, പല നേതാക്കന്മാർക്കും പറ്റും. ഇഷ്ടമുള്ള ആൾക്കാരെ സ്ഥാനാർത്ഥികളാക്കിയിട്ട് കൊണ്ടുവരാൻ പറ്റും. പ്രത്യേകിച്ചും ഈ സ്ത്രീകളെയൊക്കെ പിന്നെ റിക്രൂട്ട് ചെയ്യുന്നതിനകത്ത് കോൺഗ്രസിനകത്ത് വളരെ മോശപ്പെട്ട പ്രവണതയുണ്ട്, ഒക്കെയുണ്ട്. CPM നടക്കുമോ? CPM ഇപ്പം ചിന്താ ജെറോമിനെ ബാക്കിയുള്ളവരൊക്കെ ഓരോ സ്ഥലത്ത് അക്കോമഡേറ്റ് ചെയ്തു എന്നുള്ളതല്ലാതെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന് യോഗ്യത ഉണ്ടാവണമല്ലോ. അങ്ങനത്തെ ഇപ്പം ശോഭന ജോർജിനെ എവിടെയെങ്കിലും ഏതെങ്കിലും മണ്ഡലത്തിൽ CPM നിർത്തിയാൽ ജയിക്കുമോ? പിണറായി വിജയന് താല്പര്യമുള്ളതുകൊണ്ട് പിണറായി വിജയൻ ഇഷ്ടമുള്ള ഓരോ പോസ്റ്റ് കൊണ്ടേയാക്കണോ? ചിന്താ ജെറോമിനെ MAVക്ക് താല്പര്യമുള്ളതുകൊണ്ട് ഓരോ പോസ്റ്റ് കൊണ്ടേയാക്കണോ എന്നുള്ളതല്ലാതെ അതിനകത്ത് ആരാ കടന്നു വരുന്നേ നേതൃത്വത്തിലേക്ക്? ഇതൊക്കെ പറയുമ്പോൾ സ്ത്രീവിരുദ്ധതയാണെന്നൊന്നും പറയരുത്, ഫാക്റ്റാണ് ഞാൻ പറയണേ. തനി തോന്നിയാസമാണ് CPMനകത്ത് നടന്നുകൊണ്ടിരിക്കണേ. പല പാർട്ടിക്കകത്ത്, കോൺഗ്രസിനകത്ത് അത് പണ്ട് കൂട്ടായിട്ടുള്ളതാണ്. ഈ കാസ്റ്റിംഗ് കൗച്ച് എന്നൊക്കെ പറയുന്നത് ഫിലിം ഫീൽഡിലല്ല, പൊളിറ്റിക്സിൽ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ല. കഴിവുള്ള പിന്നെ ശൈലജ ടീച്ചറെ എന്തുകൊണ്ട് മന്ത്രിയാക്കിയില്ല? അതേസമയം വല്ല 10-30 വയസ്സുള്ളതാണെന്നുണ്ടെങ്കിൽ ഇവർ മന്ത്രിയാക്കുമായിരുന്നു. ഇവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചാൽ മതി. അമ്മാതിരി വൃത്തികേടിന് ശൈലജ ടീച്ചറെ കിട്ടാത്തതുകൊണ്ടാണ് ശൈലജ ടീച്ചറെ പിന്നെ വടകരയിൽ നിന്ന് ലോക്സഭയ്ക്ക് അയക്കാമെന്ന് കരുതിയത്. പക്ഷേ എന്തായാലും പിന്നെ കേരളത്തിൻ്റെ ഭാഗ്യം കൊണ്ട് അവർ വടകരയിൽ തോറ്റു. അവർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടോ അല്ലെങ്കിൽ മന്ത്രിയായിട്ടോ കാണേണ്ടുന്ന ആൾ തന്നെയാണ്. അവരിരുന്ന കസേരയിൽ ഇപ്പിരിക്കുന്ന വീണയ്ക്ക് എന്ത് യോഗ്യതയുള്ളേ? ഇതൊക്കെ പിന്നെ തിരിച്ചറിയുകയും പരിശോധിക്കപ്പെടുകയും ചെയ്യേണ്ടുന്ന വിഷയങ്ങളല്ലേ? വീണ്ടും ഞാൻ BJPയിലേക്ക് തിരിച്ചു വരാം. BJPക്കകത്ത് കെ സുരേന്ദ്രന് ഉള്ളിസുര എന്നുള്ള പേര് വന്നു, ബാക്കിയുള്ളത് വന്നു. ഈ കോന്നിയിലും പിന്നെ മഞ്ചേശ്വരത്തും കെ സുരേന്ദ്രൻ മത്സരിച്ചത് കെ സുരേന്ദ്രൻ്റെ ഇഷ്ടപ്രകാരമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അബദ്ധമാണ്. BJP പോലെയുള്ള പാർട്ടിക്കകത്ത്, കേരള സ്വഭാവമുള്ള രാഷ്ട്രീയ സംഘടനയ്ക്കകത്ത്, RSSൻ്റെ നിർദ്ദേശത്തിന് അനുസരിച്ച് വഴങ്ങിപ്പോകുന്ന ഒരു പാർട്ടിക്കകത്ത്
സ്വന്തം ഇച്ഛ നടപ്പിലാക്കാൻ നരേന്ദ്രമോദിക്ക് പോലും കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ആളെയാണ്. നരേന്ദ്രമോദി വിചാരിച്ചാലും അമിത്ഷാ വിചാരിച്ചാലും ഒക്കെ അവരാണ് തീരുമാനിക്കുക. നാഗ്പൂരിൽ നിന്നാണ് തീരുമാനിക്കും RSS. അതിനകത്തുള്ള ഒരു രാഷ്ട്രീയ താല്പര്യമൊന്നും ഇല്ലാതെ അടിസ്ഥാനപരമായി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനസേവ ചെയ്യുക, കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അവരാണ് RSSകാരെ തീരുമാനിക്കുക. അവർ പറയും, നരേന്ദ്രമോദിയോട് പറയും നീ നാളെ പ്രധാനമന്ത്രി ആയിക്കുമെന്ന് പറഞ്ഞാൽ ആവണം, ആവണ്ടെന്ന് പറഞ്ഞാൽ ആവണ്ട, ഇത്രയേ ഉള്ളൂ. ആര് BJPയുടെ പ്രസിഡന്റ് ആവണമെന്ന് അവരാ തീരുമാനിക്കുക, ആര് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആവണമെന്ന് അവരാ തീരുമാനിക്കുക. അവരെന്തോ പൊട്ടന്മാരാ? അല്ലെങ്കിൽ നരേന്ദ്രമോദി അമിത്ഷായും പൊട്ടന്മാരാ ഈ സുരേന്ദ്രനെ വീണ്ടും ഇരുത്താൻ? അപ്പം ശ്രീത്ത് പണിക്കർ പറഞ്ഞത് ഒരുമാതിരി വൃത്തികെട്ട വർത്താനാണ്, ഒരു സംശയമില്ല. വ്യക്തിപരമായ വൈരാഗ്യം തീർത്താണ്. അദ്ദേഹത്തിന് രാജ്യസഭാ സീറ്റ് ക്ലെയിം ചെയ്തിരുന്നു എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം. അത് പിന്നെ അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോൾ അതിന് ഇങ്ങനെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ BJP സംസ്ഥാന നേതൃത്വം കൊണ്ട് പറ്റുമോ? കേന്ദ്ര നേതൃത്വം കൊടുക്കാൻ തയ്യാറായിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇതുവരെ BJP ചേർന്നിട്ടില്ല. BJPക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട് ചാനലുകളിൽ, വിവരമുണ്ട്, അറിവുണ്ട്, നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ കഴിയുന്ന പ്രസൻറ്ററുമാണ് ശ്രീത്ത് പണിക്കർ. അതിലൊന്നും എനിക്ക് സംശയമില്ല. ശ്രീത്തിനോട് എനിക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേ ശ്രീത്ത് കയ്യിലുള്ള ഈ പിന്നെ സ്കില്ല് മിസ്യൂസ് ചെയ്യാനും അവിടെ പിന്നെ ഇത് വെച്ചിട്ട് രാജ്യസഭാ സീറ്റ് ചോദിക്കാൻ പോവുകയും ചെയ്തത് വൃത്തികേടാണ്. അത് കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ട് ഈ പാപ സുരേന്ദ്രൻ്റെ തലയ്ക്ക് കയറണ്ട. കോന്നിയിലും പത്തനംതിട്ടയിലും പിന്നെ കോന്നിയിലും മഞ്ചേശ്വരത്ത് ഒരുമിച്ച് മത്സരിച്ചു എന്ന് പറഞ്ഞേ. ഞാനിപ്പോഴും വിശ്വസിക്കുന്ന ആൾ പിന്നെ മഞ്ചേശ്വരത്ത് തന്നെ അദ്ദേഹം 2016 അദ്ദേഹം പിന്നെ കുറഞ്ഞ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു, കമറുക്കേണു. അത് കഴിഞ്ഞിട്ട് പിന്നെ 2021 അദ്ദേഹം കുറഞ്ഞ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. അദ്ദേഹം അവിടെ മാത്രം ഫോക്കസ് ചെയ്താണ് മത്സരിച്ചിരുന്നുണ്ടെങ്കിൽ 2021 അവിടെ നിന്ന് ജയിക്കുമായിരുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പിന്നെ ഹെലികോപ്റ്ററിൽ പോയത് ശ്രീത്ത് പണിക്കർ പറഞ്ഞ അടുത്ത വർത്താനം. സുരേന്ദ്രൻ പിന്നെ അമ്മായപ്പൻ്റെ പൈസയ്ക്കോ അച്ഛൻ്റെ പൈസയ്ക്കോ ആണോ ഹെലികോപ്റ്റർ എടുത്തത്? കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനമാണ്. സംസ്ഥാന പ്രസിഡന്റ് എല്ലാ സ്ഥലത്തും 2 മണ്ഡലങ്ങളും മത്സരിക്കണം എന്നുള്ള നിർദ്ദേശം അത് പാലിച്ചു അച്ചടക്കമുള്ള രാഷ്ട്രീയ പ്രവർത്തകനാണ്. എനിക്കും ശ്രീത്ത് പണിക്കർക്കും ആര് പറഞ്ഞാലും കേൾക്കണ്ട, ലോകത്തെ ഏത് വാപ്പ പറഞ്ഞാലും നമുക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. പിണറായി വിജയൻ പറഞ്ഞാലും കേൾക്കണ്ട, കോടിയേരി ബാലകൃഷ്ണൻ മരണപ്പെട്ടു പോയി, പിന്നെ ഗോവിന്ദമാഷ് പറഞ്ഞാൽ കേൾക്കണ്ട, സുധാകരൻ പറഞ്ഞാൽ കേൾക്കണ്ട, സതീശൻ പറഞ്ഞാൽ കേൾക്കണ്ട, സുരേന്ദ്രൻ പറഞ്ഞാൽ കേൾക്കണ്ട, വി മുരളീധരൻ പറഞ്ഞാൽ കേൾക്കണ്ട, ആര് പറഞ്ഞു ഏത് വാപ്പ പറഞ്ഞാലും നമുക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു പാർട്ടിക്കകത്തുമില്ല. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞാൽ കേൾക്കണ്ട, സാദിഖലി തങ്ങൾ പറഞ്ഞാൽ കേൾക്കണ്ട, ആര് പറഞ്ഞാലും കേൾക്കണ്ട. അതേമാതിരി അല്ല, ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന പ്രസിഡന്റാണ്. പാർട്ടി പറയുകയാണ് 2 മണ്ഡലങ്ങളിൽ മത്സരിക്കണം, ഹെലികോപ്റ്റർ പിന്നെ ചോപ്റ്റർ റെൻ്റിനെടുത്തിട്ട് പിന്നെ എല്ലായിടത്തും ഈ പര്യടനം നടത്തണം, പ്രചാരണം നടത്തണം എന്നുള്ളത്. അടുത്ത കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തോൽക്കുന്ന സീറ്റാണ് എന്ന് ഉറപ്പുള്ള സീറ്റല്ലേ വയനാട്. 2014 എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള രശ്മിൽ നാഥ് 80,000 വോട്ട് പിടിച്ചു. 2019 അവിടെ പിന്നെ സാക്ഷാൽ തുഷാർ വെള്ളാപ്പള്ളി നിന്നിട്ട്, വെള്ളാപ്പള്ളിയുടെ മകനാ, BDS അത്യാവശ്യം സ്വാധീനമൊക്കെയുള്ള സ്ഥലമാണ്. നിലമ്പൂരിലും പിന്നെ വണ്ടൂരിലും ഒക്കെ അവർ പോക്കറ്റുകളുണ്ട്, തിരുവമ്പാടിയുണ്ട്. അവിടെ നിന്നിട്ട് പിന്നെ തുഷാർ വെള്ളാപ്പള്ളിക്ക് 78,000 വോട്ടാണ് പിടിക്കാൻ പറ്റിയേ. ആ സ്ഥലത്ത് സുരേന്ദ്രനെ കൊണ്ടേ നിർത്തുമ്പോൾ സുരേന്ദ്രൻ ജയിക്കുന്ന എഴുതിയിട്ടാ, MP ആവുന്ന എഴുതിയിട്ടാ അല്ല, പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്താ. കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനമാണ്, നിർദ്ദേശമാണ്, അത് അംഗീകരിക്കുക. അതാണ് ഒരു പാർട്ടി കെയർ ചെയ്യേണ്ടത്. ഏത് പാർട്ടിയിലാവട്ടെ, CPM-ലാവട്ടെ, BJP-യിലാവട്ടെ, കോൺഗ്രസ്സിലാവട്ടെ, ലീഗിലാവട്ടെ. അല്ലെങ്കിൽ പിന്നെ അതിനകത്ത് പോയി ചേരരുത്. നമ്മളൊക്കെ മാതിരി പിന്നെ ശ്രീത്തും ഞാനും ഒക്കെ നിൽക്കുന്ന പോലെ തന്നെ സ്വതന്ത്രമായിട്ട് നിൽക്കുക. അങ്ങനെ പോയി അദ്ദേഹം ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിന്നു. അദ്ദേഹം നല്ല തിളക്കമാർന്ന രീതിയിലുള്ള വ്യക്തിപരമായ നേട്ടം ഉണ്ടാക്കിയില്ലേ. 78,000 വോട്ട് തുഷാർ വെള്ളാപ്പള്ളി നേടിയെടുത്ത് 2019. 80,000 വോട്ട് രശ്മിൽ നാഥ് ഇപ്പോൾ BJPയുടെ ജില്ലാ സെക്രട്ടറിയാണ്, അന്ന് യുവമോർച്ച പിന്നെ ജില്ലാ പ്രസിഡന്റായിരുന്നു, എൻ്റെ സുഹൃത്താണ്. രശ്മിൽ നേടിയെടുത്ത് 1,41,000 വോട്ടിലേക്ക്, അതായത് 1.5 ലക്ഷം വോട്ടിനടുത്തേക്ക് പിന്നെ ആ വോട്ട് വർദ്ധിപ്പിക്കാൻ സുരേന്ദ്രന് കഴിഞ്ഞെങ്കിൽ സുരേന്ദ്രൻ്റെ കഴിവാന്നേ. അത് മനസ്സിലാക്ക് ശ്രീത്ത് പണിക്കർ, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. പിന്നെ പുള്ളിയുടെ ഗണപതി ഓട്ടത്തിനോടൊക്കെ എനിക്ക് വിയോജിപ്പുണ്ട് എന്ന് പറഞ്ഞാലും കൃത്യമായി രാഷ്ട്രീയം പറയാൻ കഴിഞ്ഞു. അദ്ദേഹം അവിടെ പിന്നെ ദേശീയ നേതൃത്വം അദ്ദേഹത്തെ അവിടെ പിന്നെ ഏറ്റവും നല്ല ഫൈറ്റ് BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. കാരണം കോൺഗ്രസിൻ്റെ പിന്നെ ഒരു ഐക്കോണിക് ഫിഗറായിട്ടുള്ള രാഹുൽ ഗാന്ധി അവിടെ നിർത്തുമ്പം, ആനി രാജയെ പോലെയുള്ള CPIയുടെ ദേശീയ നേതാവിനെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് LDF നിർത്തുമ്പം BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ അവിടെ കൊണ്ട് നിർത്തുന്നത് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിന് വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കണ്ടേ. ജയിക്കുക എന്നുള്ളത് ആരുടെയല്ല, ഭൂരിപക്ഷം കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശം. കുറഞ്ഞല്ലോ, ഏകദേശം 80,000 വോട്ട് ഭൂരിപക്ഷം കുറഞ്ഞു. അതിൽ ബഹുഭൂരിപക്ഷം പിടിച്ചത് സുരേന്ദ്രനാണ്. 10,000 വോട്ടാണ് LDFൻ്റെ ആനിരാജയ്ക്ക് കൂടിയത്, 10,000 ചില്ലാനം വോട്ട്.
ബാക്കിയുള്ള വോട്ട് മുഴുവൻ പിന്നെ സുരേന്ദ്രനാണ് പിടിച്ചത്. ഞാൻ പറഞ്ഞല്ലേ 80,000 വോട്ടിൽ നിന്ന് ഏകദേശം 63,000 വോട്ട് അദ്ദേഹം നിലവിലുള്ളതെന്ന് വർദ്ധിപ്പിച്ചു. അതിൻ്റെ പേഴ്സൻറ്റേജ് ലെവൽ എടുക്കുമ്പോൾ വലിയ ശതമാനത്തിലേക്കാണ് പോണേ. അങ്ങനെ പിന്നെ സുരേന്ദ്രൻ അവിടെ പിന്നെ ഈ തെളിയിക്കുന്ന സമയത്ത് സുരേന്ദ്രൻ ഗണപതി വട്ടം പറഞ്ഞെങ്കിലും ഓക്കെ, പക്ഷേ അതിനകത്ത് നമ്മൾ എതിർപ്പുണ്ട്. പക്ഷേ അദ്ദേഹം അവിടെ ചെന്ന് ലോഞ്ച് ചെയ്തപ്പോൾ ഫസ്റ്റ് പ്രതികരണം എന്തായിരുന്നു സുരേന്ദ്രൻ്റെ? കാട്ടാന ഇറങ്ങി അത്രയും പോലും വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി വന്നിട്ടില്ല എന്ന് പറഞ്ഞ ഒറ്റ പ്രസ്താവന. അത് ഭയങ്കര ഹൈലി പിന്നെ റേഞ്ചുള്ള പൊളിറ്റിക്കൽ ലോഞ്ചിങ് ആയിരുന്നു. കാട്ടാന ഇറങ്ങി അത്രയും പോലും ഈ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി വന്നിട്ടില്ല എന്ന് പറയുമ്പം കൊടുക്കുന്നൊരു പൊളിറ്റിക്കൽ മെസ്സേജ് ഉണ്ട്, ഒരു രാഷ്ട്രീയ സന്ദേശമുണ്ട്. അതിനെക്കുറിച്ച് എന്തുകൊണ്ട് ശ്രീജിത്ത് പണിക്കർ പിന്നെ ശ്രദ്ധിച്ചിട്ടില്ല? പിന്നെ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തു. കൊടകര കുഴൽപ്പണ കേസ് എന്ന് പറയുന്നത് ശ്രീജിത്ത് പണിക്കർ ആരോപിക്കുമ്പോൾ ശ്രീജിത്ത് പണിക്കർ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. കുഴൽപ്പണം എന്തായാലും കൊണ്ടുവന്നത് സുരേന്ദ്രനല്ലോ. ശ്രീജിത്ത് പണിക്കർ ആരോപിക്കുന്നത് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും എതിരെയാണ്. അവർ കുഴൽപ്പണം ഇങ്ങോട്ട് കൊടുത്തയച്ചു, അത് ആരോ തട്ടിക്കൊണ്ടുപോയി എന്നാണ് പറയണേ. ആ കുഴൽപ്പണം കൊടുത്തയക്കുന്ന ഒരാളാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് ശ്രീജിത്ത് പണിക്കർ ആരോപിച്ചിരിക്കുന്നു. കുഴൽപ്പണമാണെന്നാണ് പറയണമെന്നുണ്ടെങ്കിൽ കുഴൽപ്പണം കൊടുത്തയച്ചു, അവരിങ്ങോട്ട് സംസ്ഥാന പിന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ഫണ്ടിന് വേണ്ടിയിട്ട് കുഴൽപ്പണം കൊടുത്തയക്കുന്ന ആൾക്കാരാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയിലെ BJPയുടെ മുൻ അധ്യക്ഷനും ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയും ഒക്കെ ആയിട്ടുള്ള അമിത്ഷാ എന്ന ആരോപണം ശ്രീജിത്ത് പണിക്കർ പറഞ്ഞിട്ടില്ലേ? തോന്നിയ ദിവസമല്ലേ പറയണേ? ഇത് BJPക്കാർ ഏറ്റുപിടിക്കാൻ പാടുണ്ടോ? സാമാന്യബോധമാണ് ആദ്യത്തെ. തലയ്ക്കകത്ത് ബുദ്ധിയില്ലാത്ത കുറേ എണ്ണമുണ്ട് പൊട്ടന്മാർ ഇതിനകത്ത്. അതുകൊണ്ടാണ് നിങ്ങളെ പല എണ്ണത്തിലെയും സംഘികൾ എന്ന് വിളിക്കണേ, വിവരമില്ലാത്ത സംഘികൾ എന്ന് വിളിക്കണേ, ചാണക സംഘികൾ എന്ന് വിളിക്കണത്. നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടെങ്കിൽ, കാരണം പിന്നെ സുരേന്ദ്രനെതിരെ ആരോപണം ഉന്നയിക്കുന്ന ഓരോ മനുഷ്യനും ആരോപണം ഉന്നയിക്കുന്നത് BJP എന്ന പാർട്ടിക്കെതിരെയും അമിത്ഷായ്ക്കെതിരെയും നരേന്ദ്രമോദിക്കെതിരെയും JP നഡ്ഡയ്ക്കെതിരെയും BR സന്തോഷിനെതിരെയും ആണെന്നുള്ള ആ ഒരു തിരിച്ചറിവിലേക്ക് പോകണ്ടേ നിങ്ങൾ? അല്ലാതെ ഈ വിവരം കെട്ടിങ്ങനെ വർത്താനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്തൊക്കെ ഇയാൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കോന്നിയിലെ മഞ്ചേശ്വരത്തെ കാര്യം പറഞ്ഞു. ഇപ്പം പത്തനംതിട്ടയിൽ 3-ാം സ്ഥാനത്താണെങ്കിലും നന്നായിട്ട് വോട്ട് പിടിച്ചു. അവസാന സമയത്താണ് ഇദ്ദേഹം വരുന്നത്, അല്ലാനണി. ആറ്റിങ്ങലിൽ നന്നായി വോട്ട് പിടിച്ചു, ഏതാനും 1000ങ്ങളുടെ വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. 3-ാം സ്ഥാനത്താണെങ്കിലും സാങ്കേതികമായി എല്ലാവരും 1-ാം സ്ഥാനത്താണ്. അവിടെ ഇപ്പോൾ അടൂർ പ്രകാശ് ജയിച്ചെങ്കിലും ഞാൻ പറയുന്നത് 3 പേരും ജയിച്ചു. BJPയുടെ മുരളീധരനും ജയിച്ചു, അടൂർ പ്രകാശും ജയിച്ചു, CPMൻ്റെ ജോയി ജയിച്ചു. 3 പേരും ബെസ്റ്റ് കാൻഡിഡേറ്റ്സും ആയിരുന്നു. എങ്ങനെയാണ് പ്ലാറ്റ്ഫോം ഉണ്ടായത്? ആലപ്പുഴയിൽ ശോഭ 3 ലക്ഷത്തിനടുത്ത് വോട്ട് പിടിച്ചു. ആരിഫിനെ പരാജയപ്പെടുത്തിയ ശോഭയാണ്. ഇതൊക്കെ എങ്ങനെ ഉണ്ടാവണേ? ഇതൊക്കെ ആരുടെ ക്രെഡിറ്റിലാണ് നിങ്ങൾ കൊടുക്കുക? ഇവിടെ തോൽവി ഉണ്ടാകുമ്പോൾ സുരേന്ദ്രൻ്റെ പിന്നെ മേലേക്ക് മാഞ്ഞു കയറുകയാണെന്നുണ്ടെങ്കിൽ, ജയം ഉണ്ടാകുമ്പോഴും നേട്ടം ഉണ്ടാകുമ്പോഴും സുരേന്ദ്രൻ അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കണം. അല്ലാതെ നമ്മൾ ഒരാളെ ഒരു ഇരയായിട്ട് എപ്പോഴും കാണുന്ന രീതിയോട് വിയോജിപ്പുണ്ട്. അത് ശ്രീജിത്ത് പണിക്കരല്ല, ഏത് പണിക്കർ പറഞ്ഞാലും. പിന്നെ ശ്രീജിത്ത് പണിക്കർക്ക് ഒരു ജാതിബോധം കൂടുതലുണ്ട്, ഒരു പണിക്കർ എന്നുള്ള സാധനമുണ്ട്, ഒരു സവർണ മനോഭാവമുണ്ട്. അത് പിന്നെ ഈ സുരേന്ദ്രനോടുണ്ട്, ബാക്കിയുള്ളവരോടുണ്ട്. അദ്ദേഹത്തിന് പിന്നെ ഈ സവർണ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരോട് മാത്രമേ വലിയ താല്പര്യമുള്ളൂ. അത് ശ്രീജിത്ത് പണിക്കരുടെ ഏറ്റവും വലിയ വീക്ക്നെസ്സാണ്. ഞാൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പല പൊളിറ്റിക്കൽ അനാലിസിസും കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. ഇവിടെ മുസ്ലിം ആവട്ടെ, ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, ഈഴവനാവട്ടെ, മുജാഹിദ് ആവട്ടെ, സുന്നി ആവട്ടെ, പിന്നെ ജമാഅത്ത് ഇസ്ലാമി ആവട്ടെ, ഓർത്തഡോക്സ് ആവട്ടെ, യാക്കോബായ ആവട്ടെ, കത്തോലിക്കനാവട്ടെ, പെന്തിക്കോസ്ത് ആവട്ടെ, മാർത്തോമയാവട്ടെ, ദളിതരാവട്ടെ, ഷെഡ്യൂൾഡ് ട്രൈബിൽപ്പെട്ടവരാവട്ടെ, മനുഷ്യരായിട്ട് കാണാൻ പഠിക്കണം ശ്രീജിത്ത് പണിക്കർ. ശ്രീജിത്ത് പണിക്കർ ഈ ജാതിബോധം വെച്ചിട്ട് ഓരോരുത്തരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് വളരെ വൃത്തികേടാണ് എന്നുള്ളത് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം, രാഷ്ട്രീയമായിട്ട് വിമർശിക്കുക. സുരേന്ദ്രനും വിമർശനത്തിന് അതീതനാണെന്നുള്ള ഒരു തോന്നലെടുക്കില്ല. എനിക്ക് തോന്നിയാൽ ഞാൻ നാളെ വീണ്ടും വിമർശിക്കും കെ സുരേന്ദ്രനെ. പക്ഷെ പറയുന്നതിനകത്ത് നമുക്കൊരു എത്തിക്സ് ഉണ്ടാവണം, ഒരു നീതിബോധം ഉണ്ടാവണം. ആ നീതിബോധം ഇല്ലാതെയാണ് ശ്രീജിത്ത് പണിക്കർ സുരേന്ദ്രനെ കരിവാരിത്താക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ശ്രീജിത്ത് പണിക്കർക്ക് രാജ്യസഭാ സീറ്റ് കിട്ടാത്തതിൻ്റെ ഇച്ഛാഭംഗമാണ് എന്ന് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ കാണുന്ന മാതിരിയുള്ള സാധനമൊന്നുമല്ല ശ്രീജിത്ത് പണിക്കർ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിക്കോ.